അവർ പറഞ്ഞത് എൻ്റെ അമ്മ ഇങ്ങനെ കൊല്ലപ്പെട്ടതാണ്, അത് കൊല്ലപ്പെടാൻ ഉണ്ടായ ആ ഒരു സാഹചര്യം ഇതാണ്. ആ ഇൻസിഡൻറ്റിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞപ്പോൾ അതിനകത്തൊരു ജെനുവിനിറ്റി നമുക്ക് തോന്നിയത് കൊണ്ടാണ്. ഇതിനകത്തൊക്കെ പ്രോപ്പറായിട്ട് ഒരു CBI പോലെയുള്ള ഏജൻസി അന്വേഷിച്ചാൽ മാത്രമേ കുറ്റക്കാരെ കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. സ്റ്റാലിനെ പോലെ ഒരാൾക്ക് അധികാരത്തിലേക്ക് വരണമെങ്കിൽ ജയലളിത ഇങ്ങനെ തുടർന്നാൽ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് സ്റ്റാലിൻ്റെ ഇൻവോൾവ്മെൻ്റ് അതിനകത്ത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അന്ന് അവർ ആ ഗുണ്ടകളെ കൊന്നുകളഞ്ഞിട്ടാണ് അവിടെ സാധാരണ കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്ക് കോളേജിൽ പോയി പഠിക്കാൻ പറ്റുന്നത്. ഇന്ത്യക്ക് ആകെ നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണിത്. ഇന്ത്യയുടെ ഒരു സംവിധാനത്തെ ആകെ ആണ് ഇവർ കുറച്ച് ഗുണ്ടകൾ ചേർന്ന് നശിപ്പിച്ച് കളയുന്നത്. ഇന്ത്യക്ക് ഒരു സൽപ്പേരുണ്ട്, ആ സൽപ്പേരാകെയാണ് ഇവർ നശിപ്പിക്കുന്നത്. CPM വരുന്ന സ്ഥലങ്ങളിലെല്ലാം അങ്ങനെയാണല്ലോ. CPM എപ്പോഴും ഈ ഒരു ഗുണ്ടകളെ കൂടെ നിർത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ പാവപ്പെട്ടവൻ്റെ പുറത്തു കയറി അങ്ങനെ കാര്യങ്ങൾ നീക്കുന്ന ഒരു സ്ഥിതിയാണല്ലോ. നമസ്കാരം. അന്തരിച്ച തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ മകൾ എന്നവകാശപ്പെട്ടുകൊണ്ട് തൃശ്ശൂർ സ്വദേശിനിയായ സുനിത എന്നൊരു സ്ത്രീ രംഗത്ത് വന്നിട്ടുണ്ട്. അത് മാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. തൻ്റെ അമ്മയുടെ ഘാതകരെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നത് മാത്രമാണ് അവരുടെ ആവശ്യം. അവരിപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനുമൊക്കെ പരാതി കൊടുത്തു. ഇപ്പോൾ അവർക്ക് സർവ്വ പിന്തുണയുമായി നിൽക്കുന്നത് HRDS ഇന്ത്യയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് HRDS ഇന്ത്യ സ്ഥാപക സെക്രട്ടറി ശ്രീ അജി കൃഷ്ണൻ ജിയാണ്. നമസ്കാരം. ഇപ്പോൾ ജയലളിതയുടെ മകളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് സുനിത രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഒരിപ്പോൾ മാധ്യമങ്ങളൊക്കെ ഇതിനെ മറ്റൊരു തരത്തിലേക്ക് വഴിതിരിച്ചു വിടാനാണ് ശ്രമിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. കാരണം ജയലളിതയുടെ സ്വത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മകളെ ആണെന്നുള്ള രീതിയിൽ അംഗീകരിക്കണമെന്നോ ഒക്കെ പറഞ്ഞ് കൊണ്ടാണ് ഇവർ വന്നതെന്നുള്ള രീതിയിലേക്ക് സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ വളച്ചൊടിക്കുന്ന രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങ് എന്തുകൊണ്ടാണ് HRDS ഇന്ത്യ ഈ ഒരു വിഷയത്തിൽ ഇടപെടാൻ കാരണം? അത് സുമേഷ്, ഇതിനകത്ത് ഈ സുനിത നമ്മളെ കാണാനായിട്ട് ഡൽഹിയിൽ വന്നത് സ്വാമിജിയെ കാണാൻ വന്നതാണ്. അപ്പോൾ വളരെ യാദൃശ്ചികമായിട്ട് സ്വാമിജി ഇവിടെ ഇല്ലാതിരുന്നതുകൊണ്ടാണ് ഞാനുമായിട്ട് സംസാരിക്കാൻ അവിടെ വന്നു. അപ്പോൾ അങ്ങനെ സംസാരിച്ചപ്പോൾ ഇത് ഒരു വലിയ പ്രശ്നമാണല്ലോ ഇപ്പോൾ ഇവരുടെ ഉള്ളിലുള്ളത്. അപ്പോൾ ഇവരിങ്ങനെ എന്നോട് സംസാരിച്ച് ഇവരുടെ പ്രശ്നം, ഈ ജയലളിത മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒരു ചർച്ച പോയപ്പോൾ ആണ് ഇവർ പറയുന്നത് ഇവർ കൊല്ലപ്പെട്ടതാണ്. അപ്പോൾ ജയലളിത കൊല്ലപ്പെട്ടു എന്നുള്ളൊരു സംശയം അന്ന് മാധ്യമങ്ങൾ വഴിയും അല്ലാതെയും ഒക്കെ ഒരുപാട് നമ്മൾ ചർച്ചകൾ നടന്നതാണ്. അത് ഇന്ത്യയൊട്ടായി ചർച്ച നടന്നൊരു വിഷയമാണ്. അന്ന് ഇവരെ ഹോസ്പിറ്റലായിരുന്ന സമയത്ത് ഇവരെ കാണാൻ ആരെയും അനുവദിച്ചില്ല. ഗവർണർ തന്നെ ഇവരെ കാണാൻ പോയിട്ട് ഇവരെ കാണാൻ അനുവദിച്ചില്ല. പിന്നെ ഈ അപ്പോളോ ഹോസ്പിറ്റൽ എന്നുള്ള ഹോസ്പിറ്റൽ തന്നെ ഈ ശശികലയുടെ ഹോസ്പിറ്റലാണ്. എന്ന് വെച്ചാൽ അവരുടെ പണം മുടക്ക് ഉള്ള അത്തരം ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുള്ളവർക്ക് ചെന്നൈയിലുണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ശൃംഖലയാണത്. അപ്പോൾ ആ ഹോസ്പിറ്റലിലാണ് ഇവർ അവിടെ കിടന്നാണ് മരണം സ്ഥിരീകരിക്കുന്നതൊക്കെ. അപ്പോൾ ഈ സുനിത വന്ന് ഈ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കാരണം ഇങ്ങനെ ഒരു പ്രശ്നം കണ്ട ഒരാൾ, ഇതിനു മുമ്പ് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇവരുടെ മകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടല്ലോ. പക്ഷെ അന്ന് അവരാരും ഇങ്ങനൊരു വിഷയമല്ല കൊണ്ടുവന്നത്. അവരൊക്കെ ഇവരുടെ മകളെ അംഗീകരിക്കണം, അവരുടെ സ്വത്ത് ഇവർക്ക് അവകാശങ്ങൾ ഉന്നയിച്ചിട്ട് വന്നവരാണ്. പക്ഷേ ഈ സുനിത ഇങ്ങനെയുള്ള ഒരു കാര്യം നമ്മളോട് പറഞ്ഞില്ല. അവർ പറഞ്ഞത് എൻ്റെ അമ്മ ഇങ്ങനെ കൊല്ലപ്പെട്ടതാണ്, അത് കൊല്ലപ്പെടാൻ ഉണ്ടായ ആ ഒരു സാഹചര്യം ഇതാണ്. ആ ഇൻസിഡൻറ്റിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞപ്പോൾ അതിനകത്തൊരു ജെനുവിനിറ്റി നമുക്ക് തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞു എന്തുകൊണ്ടാണ് നിങ്ങളിതിങ്ങനെ മൂടി വെക്കുന്നത്, ഇത് നമുക്ക് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തണം. കാരണം ജയലളിതയെ പോലെ ഈ തമിഴ്നാടെന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ആ സംസ്ഥാനത്തിൻ്റെ 3 പീരീഡ് ഇവർ മുഖ്യമന്ത്രിയായിട്ട് വന്നു. രണ്ടാമത് വന്നപ്പോഴുണ്ടായ കുറച്ച് കുഴപ്പങ്ങളും കൂടെ പരിഹരിച്ച് ഇവർ മൂന്നാമത്തെ പീരീഡിലേക്ക് വന്നപ്പോൾ വളരെ നന്നായിട്ട് തമിഴ്നാട്ടിൻ്റെ ഒരു ചിത്രം മാറ്റിമറിക്കാൻ അവർക്ക് പറ്റി. കാരണം ഈ അവരുടെ അമ്മ ക്യാൻറ്റീനുകൾ കൊണ്ടുവന്നു, 1 രൂപയ്ക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു സംവിധാനം ഒക്കെ കൊണ്ടുവന്നു. അതൊക്കെ വളരെ നല്ല ക്യാൻറ്റീനുകളായിരുന്നു. അതുപോലെ ഒട്ടനവധി കാര്യങ്ങൾ, ബസ് സർവീസസ്, സ്ത്രീകളുടെ സൗജന്യ യാത്ര, പിന്നെ ഈ വീടുകളിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കുക. അപ്പോൾ അവിടെ വരുന്ന അതിസമ്പന്നമായ ഒരു സംസ്ഥാനമാണല്ലോ തമിഴ്നാട്. ഇപ്പം ബോംബെ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ഒരു സാമ്പത്തികമായി മെച്ചപ്പെട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ്. അപ്പോൾ ആ സംസ്ഥാനത്തിൻ്റെ വിഭവങ്ങൾ എങ്ങനെ അത്
ഒരു വിതരണം ഫലപ്രദമായിട്ട് കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെ അവർ ഒരു മാതൃകയായിട്ട് കാണിച്ചു തന്ന ആളാണ്. അപ്പോൾ അവരെപ്പോലെ ഒരാൾ ഇങ്ങനെ ചില ആളുകളുടെ ഒരു കുൽസിത ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് മരണപ്പെടുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അന്നൊന്നും ഒരു പരാതി, പ്രോപ്പറായിട്ടുള്ള പരാതി ലഭിക്കാതിരുന്നതിൻ്റെ പേരിലായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ഒരു അന്വേഷണം നടന്നിട്ടില്ല. ചില ഒരു ജുഡീഷ്യൽ അന്വേഷണമൊക്കെ നടന്നെങ്കിലും ജുഡീഷ്യൽ അന്വേഷണങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ, ഇതെല്ലായിടത്തും ഒരു പ്രഹസനമായി മാറുന്ന ഒരു സാഹചര്യമാണല്ലോ. അത്തരം പ്രഹസനങ്ങൾ കൊണ്ട് കാര്യമില്ലല്ലോ. ഇതിനകത്ത് പ്രോപ്പറായിട്ട് ഒരു CBI പോലെയുള്ള ഏജൻസി അന്വേഷിച്ചാൽ മാത്രമേ കുറ്റക്കാരെ കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. എന്താണ് അതിൻ്റെ ഒരു പിന്നിലുണ്ടായ അവരുടെ മോട്ടിവേഷൻ എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ജയലളിത കൊല്ലപ്പെടേണ്ടതിൻ്റെ ഒരു ആവശ്യം ഉള്ളത് ഇവരുടെ കൂടെ നിൽക്കുന്ന ഇവരുടെ സ്വത്ത് തട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഈ ജയലളിതയുടെ സ്വത്തെന്ന് പറയുന്നതും എന്ത് സ്വത്താണത്? അത് വലിയ അഴിമതികൾ നടന്നിട്ടുണ്ട്. ഇവരുടെ കൂടെ നിന്ന ആളുകൾ ഇവരൊക്കെ ആദ്യ സമയങ്ങളിൽ നടത്തിയ അഴിമതിയുടെ ഒരു ബാക്കി പത്രമാണ് ഇതെല്ലാം. ഈ മറ്റേ കോടനാടുള്ള എസ്റ്റേറ്റും അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അങ്ങനെയുള്ള എസ്റ്റേറ്റിനെ കുറിച്ചൊക്കെ. അതുപോലെ തന്നെ ഇവരുടെ ഒരുപാട് വജ്രശേഖരങ്ങൾ, ആഭരണങ്ങൾ, പിന്നെ ബാങ്കിലുള്ള മറ്റ് നിക്ഷേപങ്ങൾ, വീടുകൾ, ഏതാണ്ട് 200-ന് മേൽ വലിയ ബംഗ്ലാവുകൾ തന്നെ ഇവർക്ക് ഉള്ളതായിട്ട്. അപ്പം ഇതിൻ്റെ എല്ലാം കസ്റ്റോഡിയൻ ആകാൻ പോകുന്ന ഒരാൾ ഈ ശശികല എന്ന് പറയുന്ന ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണല്ലോ. അപ്പം അവർക്ക് സ്വത്ത് ആവശ്യമുണ്ടായിരുന്നു. പിന്നെ ഇവർ മരണപ്പെടുന്നതുകൊണ്ട് ഗുണം കിട്ടുന്ന വേറൊരാളുള്ളത് സ്റ്റാലിനാണ്. ഈ DMK സംബന്ധിച്ച് DMK അഴിമതിയുടെ കൂടാരമായിരുന്നല്ലോ. അപ്പം നമ്മുടെ ഇവിടുത്തെ CPM-നെവരാണ്, കേരളത്തിലെ CPM-ൻ്റെ വേറൊരു ഫോട്ടോസ്റ്റാറ്റാണ് അവിടെ ഇത് നടക്കുന്നത്. അവരും ഈ സ്റ്റാലിൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ആരാണ്? അവരൊരു ബെന്തിക്കോസ് ഫാമിലിയാണ്. ഈ ബെന്തിക്കോസ് ഫാമിലി വളരെ വർഷങ്ങളായിട്ട് തമിഴ്നാടിൻ്റെ എല്ലാ വിഭവങ്ങളും അവരുടേതായി മാത്രം മാറ്റിക്കൊണ്ട് കോടിക്കണക്കിന് ലക്ഷോപലക്ഷം, ഏതാണ്ട് എനിക്ക് തോന്നുന്നു അതിലും മേൽ കോടികൾ തന്നെ അവർ അവിടുന്ന് സമാഹരിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ തമിഴ്നാട്ടിൽ നടക്കുന്ന അഴിമതി ചെറുതല്ലല്ലോ. എത്രയോ വലിയ അഴിമതികളാണ് ഇപ്പം തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ഈ മണലിൻ്റെ കാര്യത്തിലും ഒക്കെ ഉള്ളത്. അപ്പം ഈ സ്റ്റാലിനെ പോലെ ഒരാൾക്ക് അധികാരത്തിലേക്ക് വരണമെങ്കിൽ ജയലളിത ഇങ്ങനെ തുടർന്നാൽ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് സ്റ്റാലിൻ്റെ ഇൻവോൾവ്മെൻ്റ് അതിനകത്ത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. മണ്ണാർവീട് മാഫിയ എന്ന് പറഞ്ഞ മാഫിയയാണ് ഇതിൻ്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന ആൾ. അപ്പോൾ അത്തരം മാഫിയയെ ആർക്കും സ്വാധീനിക്കാൻ പറ്റുന്നതാണ്. കാരണം അവർ പണത്തിന് വേണ്ടിയിട്ടുള്ളൊരു ക്രമീകരണമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റാലിൻ്റെ പങ്ക് എന്തെങ്കിലും ഉണ്ടോ അതും അന്വേഷിക്കണ്ടേ. ഇങ്ങനെ സമഗ്രമായൊരു അന്വേഷണം ആവശ്യമുള്ള ഒരു വിഷയമാണ് ഈ ജയലളിത സംബന്ധിക്കുന്ന കാര്യങ്ങൾ, മരണത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. അത് പ്രോപ്പറായിട്ട് നടന്നിട്ടില്ല. അപ്പം അത് ഇവർ വന്നപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ വിഷയം പെടുത്തണമെന്നും, അപ്പം പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനുമാണ് പരാതി കൊടുക്കാൻ നമ്മൾ ഇവരോട് പറഞ്ഞത്. അതിനുള്ള മറ്റ് സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തു. അങ്ങനെ അവർ ആ ഒരു രൂപത്തിലേക്ക് അത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ പൊതുവേ ഈ മാധ്യമങ്ങളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവരെന്താണ് ഇവരുടെ പ്രയർ എന്നുള്ളത് ഇവർ വായിച്ചു നോക്കുന്നില്ല. അവിടെയാണ് വിഷയം വരുന്നത്. കാരണം ഇപ്പോൾ പല മാധ്യമങ്ങളും പറയുന്നത് ഇവർ മകളായിട്ട് അംഗീകരിക്കണം, ഇവരുടെ സ്വത്തിന് വേണ്ടിയാണ് വരുന്നത് എന്നുള്ളതാണ്. പക്ഷേ അവരുടെ ആവശ്യം അതല്ല എന്നുള്ളതാണ് ഗൗരവകരമായ മറ്റൊരു വിഷയം. ആ വിഷയമാണ് മാധ്യമങ്ങൾ മറച്ചു വയ്ക്കുന്നത്. അതായത് അമ്മയുടെ ഘാതകരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ HRDS ഇതിൽ ഇടപെട്ട സ്ഥിതിക്ക് ഇവരുടെ ഇത്രയും ഗുരുതരമായൊരു ആരോപണം ഉന്നയിച്ച് മുന്നോട്ട് വരുമ്പോൾ അവരുടെ ജീവന് തന്നെ ഒരു ഭീഷണി ആവുന്നുള്ളൊരു ഭയമുണ്ടോ? ഇത് തമിഴ്നാട് രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്നും അത് MGRൻ്റെ കാലം മുതലേ തന്നെ നമ്മുടെ ഒരു കാമരാജിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മുതൽ പിന്നീട് വന്ന ഈ ഒരു ദ്രാവിഡ സംസ്കാരത്തിലേക്ക് ഇത് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ആ കാലം മുതലേ ഈ അക്രമങ്ങളും ഗുണ്ടായുസവും കൊണ്ടു നടക്കുന്ന ഒരു സംവിധാനമാണല്ലോ. തമിഴ്നാടെന്ന് പറയുമ്പോൾ എത്രയോ വലിയ സംസ്കാരം ഉണ്ടായിരുന്നൊരു ഒരു മേഖലയാണ്. ആദ്യത്തെ ഭാഷ തമിഴാണ് ലോകത്തിലെ ആദ്യത്തെ ഭാഷ, ദേവഭാഷയാണ്. അപ്പം സംസ്കൃതമൊക്കെ അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളാണ്. അപ്പം ഇത്രയും വലിയ സംസ്കാര ഭൂമി ആയിട്ടുള്ളൊരു സ്ഥലത്തെയാണ് ഒരു ഗുണ്ടാ സംഘം കൈപ്പിടിയിൽ വെച്ചിരിക്കുന്നത്. മാറി മാറി വരുന്ന ഭരണം നിയന്ത്രിക്കുന്ന ഒരു ഗുണ്ടാ സംഘത്തിൻ്റെ കയ്യിലേക്ക് തമിഴ്നാട് പാടെ മാറ്റി തീർത്തത് ഈ പറഞ്ഞ ഈ സിനിമാ മേഖലയിൽ നിന്ന് വന്ന ആളുകൾക്കും MGR അടക്കമുള്ള ആളുകളൊക്കെ തന്നെയാണല്ലോ. അതിനെല്ലാം ഒരു വിരാമം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്.
തമിഴ് ഇപ്പോൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഏറ്റവും അപകടകരമായ സ്ഥിതി ഈ കൺവേർഷനാണ്. ഇപ്പം ഹിന്ദുക്കളെ മുഴുവനും കൂട്ടത്തോടെ അവിടെ ഈ മുസ്ലിംസിൻ്റെ പ്രശ്നം അത്ര രൂക്ഷമായിട്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ക്രിസ്ത്യൻ കൺവേർഷൻ അതിഭയങ്കരമായിട്ട് നടക്കുകയാണ്. ഇപ്പം കരുണാനിധിയുടെ കാലം കഴിഞ്ഞപ്പോൾ സ്റ്റാലിൻ അടക്കം മുഴുവൻ പേരും ഇവർ ബന്ദിക്കോസാണ്. സ്റ്റാലിൻ്റെ മകൻ ബന്ദിക്കോസാണ്. അതുകൊണ്ടാണല്ലോ സനാതന ധർമ്മത്തെ തള്ളിപ്പറയുകയും അതിനെതിരെ ഉള്ളൊരു കോലാഹലങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്. എത്രയോ മഹത്തായ ലോകം ആകെ ഇപ്പം മാതൃകയാക്കിക്കൊണ്ടിരിക്കുന്ന സനാതന ധർമ്മം എന്ന് പറയുന്ന സംവിധാനം അത് ആവശ്യമില്ല എന്നുള്ളൊരു നിലയിലേക്ക് ഇവർ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടിരുന്ന ഈ ബന്ദിക്കോസ് സ്വാധീനം കൊണ്ടാണ്. അതുപോലെ തന്നെ ഇപ്പം വേറെ ഇയാളുടെ മകൻ ഈ ഉദയനിധി എന്ന് പറയുന്ന സ്റ്റാലിൻ്റെ മകനെ ഇപ്പം പുതിയതായിട്ട് കൊണ്ടുവരാൻ നോക്കി. ഇവരുടെ ഈ ഒരു പാരമ്പര്യം ഇവർ നോക്കുന്നത് ഇവർ മഹത്തായ കാര്യങ്ങളൊക്കെ ആണെന്ന് പറയുമ്പോഴും ഈ ഇത്തരം പാരമ്പര്യ കളികളും ഈ സ്വത്തിൻ്റെ വീതം വെപ്പും ഇപ്പം നേരത്തെ അറിയാമല്ലോ, പണ്ട് കരുണാനിധി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ചെന്നൈ മുതൽ സൗത്തിലേക്ക് അഴഗിരി എന്ന് പറയുന്ന ഒരു മകനെ വീതം വെച്ചു കൊടുത്തിരിക്കുകയാണ്. അവിടുത്തെ പിരിവും കാര്യങ്ങളെല്ലാം നടത്തുന്നത് ഈ ചെന്നൈക്ക് ചെന്നൈ മുതലല്ല, മധുര മുതൽ ഈ ചെന്നൈ മുതൽ മധുര വരെയുള്ള കാര്യങ്ങൾ സ്റ്റാലിൻ്റെ കസ്റ്റഡിയിൽ. അങ്ങനെ 2 മക്കൾക്കായിട്ട് ഒരു സംസ്ഥാനം വീതം വെച്ച് കൊടുത്തിരിക്കുകയായിരുന്നു. അപ്പം എന്ത് കാര്യത്തിന് വീതം വെക്കുന്നത്? അതിൻ്റെ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ടല്ല, ഇവർക്ക് ആളുകളെ വിരട്ടിയും പേടിപ്പിച്ചും പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമായിട്ട് ഈ സംസ്ഥാനത്തെ ഇവർ മാറ്റുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് ജയലളിത വന്നപ്പോഴാണ് ഒരു വലിയ അറുതി ഉണ്ടായത്. അവർ ആദ്യഘട്ടം തന്നെ ജയലളിത വന്ന സമയത്ത് അവിടുത്തെ ഗുണ്ടകളെ വെടിവെച്ച് വന്നല്ലോ. ഏതാണ്ട് 10,900-ഓളം ഗുണ്ടകളെയാണ് വെടിവെച്ച് വന്നത്. ഇതൊക്കെ നല്ലതായിരുന്നതിനായിട്ട് കാണാൻ പറ്റുള്ളൂ. ഒരാളെ കൊല്ലുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ചില കാര്യങ്ങൾക്ക് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടി വരുമല്ലോ. അത് ഭഗവാനും അങ്ങനെയാണല്ലോ പറഞ്ഞത്. ചില ധർമ്മം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അന്ന് അവർ ആ ഗുണ്ടകളെ കൊന്നു കളഞ്ഞിട്ടാണ് അവിടെ സാധാരണ കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്ക് കോളേജിൽ പോയി പഠിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അത് സാധ്യമല്ലായിരുന്നു. ഏത് പെൺകുട്ടിയെയും പിടിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യം തമിഴ്നാട്ടിലുണ്ടായിരുന്നു. അതൊക്കെ ഇവർ ഉണ്ടാക്കി കൊണ്ടുവന്ന കാര്യങ്ങളാണ്. ഈ സിനിമാ മേഖലയിൽ നിന്ന് വന്ന ഈ ഒരു യാതൊരു ക്വാളിറ്റി ഇല്ലാത്ത രാഷ്ട്രീയക്കാരുണ്ടാക്കി കൊണ്ടുവന്ന ചില ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഗുണ്ടായിസം തമിഴ്നാട്ടിൽ ഇങ്ങനെ വളർന്നത്. ഇപ്പോഴും അത് തുടരാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാണ് ഈ സ്റ്റാലിനും മകനും. ഇപ്പം മകൻ്റെ മകൻ പുതിയൊരു പയ്യനെ കൊണ്ടിരുന്നു. അവൻ്റെ പേരെന്തൊക്കെ എല്ലാ നിധിയാണ്. ഇങ്ങനെ കുറേ നിധികളെ കൊണ്ടുവന്ന് ഇവർ ഈ പരിപാടികൾ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗം അതാണ്. ഇപ്പോൾ സ്റ്റാലിൻ ഉപയോഗിക്കുന്ന വണ്ടി 18 വയസ്സാകാത്ത പയ്യൻ്റെ പേരിലുള്ള വണ്ടിയാണ്. അപ്പം റേഞ്ച് റോവറിൻ്റെ മറ്റേ കൂടിയ വണ്ടിയുണ്ട്, 2 കോടി രൂപയുടെ ഡിഫൻഡർ മറ്റാണ്. അപ്പോൾ ആ വണ്ടി വാങ്ങാൻ അവനെവിടെ നിന്ന് പൈസ കിട്ടി? 3,60,00,000. അത്രയും വിലയുള്ള വണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവർ ഈ രൂപത്തിലൊക്കെ ഉള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇത് വളരെ വ്യക്തമായ അന്വേഷണം ഈ സ്ത്രീ ഉയർത്തുന്ന വളരെ ഡൈനാമിക് ആയിട്ടുള്ള വിഷയമാണിത്. ഇത് രാഷ്ട്രീയ മേഖല വലിയ പൊട്ടിത്തെറികൾ ഇതിനകത്ത് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. പക്ഷെ അവിടെയാണ് ഒരു വിഷയം. കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. അപ്പോൾ ഇതെങ്ങനെ തമിഴ്നാട് രാഷ്ട്രീയത്തെ ബാധിക്കാം? കാരണം ഇപ്പോൾ HRDS ഇന്ത്യ ഉള്ളത് കൊണ്ട് ഇവർക്ക് ഇത്രയും സ്ഥലങ്ങളിൽ എത്തിപ്പെടാനും അത് പരാതിപ്പെടാനും പറ്റി. അല്ലെങ്കിൽ ഇവരെ പോലുള്ള സാധാരണ ഒരു സ്ത്രീക്ക് ഇതിന് കഴിവില്ല. അപ്പോൾ ഇനി വരുന്ന ഒരു ഇലക്ഷനെ ഇത് എത്രത്തോളം ബാധിക്കാം? ഇതിനകത്ത് സുമേഷ്, നമ്മളിത് ഒരു ഇലക്ഷന് വേണ്ടിയിട്ടുള്ളൊരു കാര്യങ്ങളായിട്ടൊന്നും നമ്മളിതിനെ അല്ല. ഞാൻ ചോദിച്ചതിൻ്റെ എന്ന് വെച്ചാൽ ഒരു ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അങ്ങനെ വരുമ്പോൾ അവർ എന്ത് വില കൊടുത്തും, കാരണം ജയലളിതയുടെ മരണശേഷം കോടനാട് എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് വളരെയധികം ദുരൂഹ മരണങ്ങളൊക്കെ നടന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ ഈ ഒരു ഇലക്ഷനെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നിലനിൽപ്പിൻ്റെ വിഷയമായതുകൊണ്ട് അവരിതിനെങ്ങനെ റിയാക്ട് ചെയ്യും? അല്ലെങ്കിൽ ഒരു തിരിച്ചടി ഭയപ്പെടുന്നുണ്ടോ HRDS ഇന്ത്യ? ഇത് ഞങ്ങൾ ഇത്തരം വിഷയത്തെയൊക്കെ കാണുന്നത് നമ്മളിന്ന് ഇരകളോടൊപ്പം നിന്നൊരു പ്രസ്ഥാനമാണ്. ഇപ്പം അത് അങ്ങേക്കറിയാമല്ലോ, നമ്മൾ ഈ ആദിവാസി മേഖലയിൽ പ്രവർത്തിക്കുന്നത് തന്നെ അതിനു വേണ്ടിയിട്ടാണല്ലോ. ഏറ്റവും സമൂഹത്തിൽ ദുരിതം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ആദിവാസി. അതുകൊണ്ടാണ് ഞങ്ങൾ അവർക്കൊപ്പം നിൽക്കുന്നത്. നമ്മളൊരിക്കലും ഇത്തരം ഈ കുഴപ്പക്കാരുടെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാനോ അവരെ ഭയന്ന് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനോ ശ്രമിക്കുന്ന ഒരു സംവിധാനമൊന്നും HRDS അല്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഇരയോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ സ്വാമിജിയോട് സംസാരിച്ചപ്പോൾ സ്വാമിജിയും പറഞ്ഞു അത് മുമ്പോട്ട് പോട്ടെ. കാരണം നമ്മളെപ്പോഴും ഈ ശബ്ദമില്ലാത്തവർക്ക് ശബ്ദമുയർത്തണം തീർച്ചയായും ഒരു സംവിധാനമാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചത്. പിന്നെ രാഷ്ട്രീയമായിട്ട് അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചൊരു മാറ്ററേ അല്ല. അവിടെ
ഇത്രയും ഒരു പ്രഗത്ഭയായ ഒരു തമിഴ്നാട്ടിൻ്റെ അത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീയെ കൊന്നുകളയാണ് എന്നിവർ പറയുന്നു. അല്ല, അത് നമ്മൾ അന്നത്തെ ചില കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഒരു പത്രമാധ്യമങ്ങളിലൊക്കെ വന്നതാണ്. അതായത് ക്യാൻറ്റീൻ ചിലവ് മാത്രം ഏകദേശം 1 കോടിയോ 1,60,00,000 മറ്റോ ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് എൻ്റെ ഓർമ്മ വന്നത്. അപ്പോൾ എത്ര ഭീകരമായിട്ട് അവിടെ ഒരു അഴിമതി ആ ആശുപത്രിയിൽ പോലും നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അല്ല, ആശുപത്രി വലിയ കൊള്ള നടന്നതായിട്ട് അന്നേ വാർത്തകളുണ്ടായിരുന്നല്ലോ. മാത്രമല്ല ഇതിനകത്ത് വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവർ അമേരിക്കയിൽ നിന്ന് കുറേ ഡോക്ടർമാരെ കൊണ്ടുവന്ന് പറയുന്നുണ്ട്. അതിനകത്ത് ഈ മെയിനായിട്ട് വന്ന ഡോക്ടർ എംബാമോളജിസ്റ്റാണ്. എന്നുവെച്ചാൽ എങ്ങനെ വളരെ ഭംഗിയായിട്ട് എംബാം ചെയ്ത് മരണപ്പെട്ട ബോഡി തന്നെ വെച്ചിരിക്കും. ബോഡി എങ്ങനെ ഒരു ജീവനുള്ള രൂപത്തിൽ കാണിക്കാൻ കഴിയുന്ന അത്ര മികച്ച അത്തരം ഒരാളെയാണ് ഇവരവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ഇത്തരം ഒരുപാട് ദുരൂഹതകൾ ഈ വിഷയത്തിലുണ്ട്. ഇതൊക്കെ CBI പോലുള്ള ഏജൻസികൾ കൃത്യമായിട്ട് അന്വേഷിച്ചാൽ കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങളുള്ളൂ. ഇപ്പോൾ പരാതി പ്രധാനമന്ത്രിയുടെയും പിന്നെ ആഭ്യന്തരമന്ത്രിയുടെയും ഒക്കെ അടുത്തെത്തി. എന്താണ് അവരുടെ നിലപാട്, അവരുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? ഞങ്ങളിപ്പോൾ ഇതിൻ്റെ ആദ്യമായിട്ട് ഇവർ പരാതികൾ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കുന്നതുള്ളൂ. ചിലപ്പോൾ വേണ്ടി വന്നാൽ ഒന്ന് കോടതി വഴി കൂടെ ഒന്ന് മൂവ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന് കോടതി എന്നുള്ള നിർദ്ദേശം അനുസരിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അതിൻ്റെ നമുക്ക് അഡ്വക്കേറ്റ്സിനൊരു പാനലുണ്ടല്ലോ, അവരത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, കാര്യങ്ങൾ നോക്കുന്നുണ്ട്. എന്തായാലും ഇത് വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ രാഷ്ട്രീയ രംഗത്തും ഒക്കെ ഉണ്ടാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഇതൊരു നമുക്ക് വിസ്മരിക്കപ്പെട്ടു പോയൊരു കാര്യമാണ്. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇത് മറ്റൊരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഇതേ രീതിയിൽ കൊലപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഒരു നമുക്ക് അംഗീകരിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഭയാനക ഒരു വിഷയം തന്നെയാണ്. ഇന്ത്യക്ക് ആകെ നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണത്. ഇന്ത്യയുടെ ഒരു സംവിധാനത്തെ ആകെ ആണ് ഇവർ കുറച്ച് ഗുണ്ടകൾ ചേർന്ന് നശിപ്പിച്ച് കളയുന്നത്. ഇന്ത്യക്ക് ഒരു സൽപ്പേരുണ്ട്, ആ സൽപ്പേരാകെയാണ് ഇവർ നശിപ്പിക്കുന്നത്. അപ്പോൾ അതിനെതിരെ ഇവിടെ നിൽക്കുന്ന പൊതുസമൂഹം വളരെ സീരിയസ് ആയിട്ട് ഇതിനെ എടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് അത്തരം കാര്യങ്ങളിൽ അന്വേഷണങ്ങൾ വേണം. ആ ഒരു പോക്ക് അത് എന്നാൽ മാത്രമേ ശരിയുടെ ഒരു പക്ഷത്തേക്ക് ഇനിയുള്ള തലമുറ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഇത് ഏതൊരാൾക്കും ഒരു ഗുണ്ടാ സംവിധാനം ഉണ്ടെങ്കിൽ കയ്യുകൊണ്ടെങ്കിൽ അല്ല, ആ രീതിയിലേക്ക് നമുക്ക് കേരളത്തിൽ പോലും ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ള ഒരു ഇതാണ് ക്രൈം റേറ്റ് കൂടുന്നതിൻ്റെ ഒരു കാരണം. അതെ അതെ. അതെന്നും ഈ CPM വരുന്ന സ്ഥലങ്ങളിലെല്ലാം അങ്ങനെയാണല്ലോ. CPM എപ്പോഴും ഈ ഒരു ഗുണ്ടകളെ കൂടെ നിർത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ പാവപ്പെട്ടവൻ്റെ പുറത്ത് കയറി അങ്ങനെ കാര്യങ്ങൾ നീക്കുന്ന ഒരു സ്ഥിതിയാണല്ലോ എന്നും CPM എല്ലായിടത്തും സ്വീകരിച്ചിട്ടുള്ളത്. അതിപ്പോൾ റഷ്യയിലായാലും ഇവരുടെ കൊറിയയിലായാലും എവിടെയാണല്ലോ ഈ പണികളെ അവർ കാണിക്കുന്നത്. വിയറ്റ്നാമിലൊക്കെ കാണിച്ച പണികൾ എത്രമാത്രം ക്രൂരതയാണ് കാണിച്ചത് മനുഷ്യനോട്. അപ്പോൾ ഈ ക്രൂരതയെല്ലാം കാണിക്കുന്നവർ തന്നെ പറയുന്നത് എന്താണ്, മനുഷ്യ സ്നേഹത്തിൻ്റെ അതായത് എന്നൊക്കെയാണല്ലോ ഇവർ പറയുന്നത്. അല്ല, അത് യഥാർത്ഥത്തിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അതായത് ഈ വിഷയമായിട്ട് പ്രതിപാദിക്കേണ്ടതല്ലെങ്കിൽ പോലും ഞാൻ പറയുന്നത്, നമ്മൾ ശൂന്യാകാശത്തൊക്കെ പോകാൻ വേണ്ടി രാജ്യങ്ങൾ കോടിക്കണക്കിന് രൂപ മുടക്കുകയാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി സമൂഹത്തിന് ദോഷമാകുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ തലച്ചോറിനെക്കുറിച്ചും തൊലിക്കട്ടിയെക്കുറിച്ചും പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ശൂന്യാകാശത്ത് പോയില്ലെങ്കിലും ഇവിടെ വന്ന് സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. അതെ, ഇത് വലിയ അപകടമാണ്. ഇതിനെതിരെ എന്തെങ്കിലും ഒരു പഠനം നടത്തി എങ്ങനെയാണ് ഈ വിഡ്ഢിത്തരന്മാർ ഇപ്പോഴും ചുമന്ന നടക്കുന്നതെന്ന് അല്ല, അത് പലപ്പോഴും അത്ഭുതപ്പെടുന്ന. അത് മാത്രമല്ല, ഒരു 120ഓളം തൊഴിൽ സ്ഥാപനങ്ങൾ CPM പൂട്ടിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും ഭീകരമായിട്ടുള്ള. കേരളത്തിൽ അതായത് കേരളത്തിൽ മാത്രം 120ഓളം തൊഴിൽ സ്ഥാപനങ്ങൾ പൂട്ടിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഭീകരത എത്രമാത്രം വലുതാണെന്നുള്ളതാണ്. നമ്മൾ ഈ വിഷയവുമായി പ്രതിപാദിക്കേണ്ടതല്ലെങ്കിൽ പോലും സംസാര മധ്യേ കടന്നു വന്നതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. എന്തായാലും ഈ ഒരു വിഷയം തീർത്തും ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ്. പലരും ഇടപെടാൻ മടിക്കുന്നൊരു വിഷയം കൂടിയാണിത്. അപ്പോൾ എന്തായാലും HRDS ഇന്ത്യ അതിലിടപെട്ടു. പൂർണ്ണ പിന്തുണയുമായി സുനിതയ്ക്കൊപ്പം ഉണ്ട്. എന്തായാലും അതിൻ്റെ ഒരു വാസ്തവം എന്താണെന്ന് പുറത്തു വരേണ്ടതുണ്ട്. ജയലളിതയുടെ ഘാതകരെ അപ്പോൾ വർഷങ്ങൾ ഇത്ര കഴിഞ്ഞാലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരൊക്കെ ഒരുവിധം ആശ്വാസം കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. അല്ല, ഈ മരണത്തിൻ്റെ വിഷയത്തിൽ ഒരു കുഴപ്പമുണ്ട്. ഈ കൊലപാതകങ്ങൾ അത് എത്ര വർഷം കഴിഞ്ഞാലും ഇതിനൊരു തെളിവ് അവശേഷിക്കും. ഇത് ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ വിഷയത്തിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അറിയാമല്ലോ, ഇപ്പം നമ്മൾ പണ്ട് നമ്മുടെ കേരളത്തിലെ മണിയാശാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ കുത്തിക്കൊന്നു വെട്ടിക്കൊന്നു, പുള്ളിയുടെ വായിൽ നിന്ന് തന്നെ വീണു. അതെ, പുള്ളിയുടെ വായിൽ നിന്ന് തന്നെ വീണു. അത് പുള്ളിക്കെതിരെ കേസെടുത്തു.
അല്ലേ, പുള്ളി ഒളിവിലൊക്കെ പോകേണ്ടി വന്നല്ലോ. അപ്പോൾ ഇതുപോലെ തന്നെയുള്ള വിഷയങ്ങൾ പല കേസുണ്ട്. ഇപ്പം മറ്റേ നക്സൽ വർഗീസിൻ്റെ വിഷയങ്ങൾ ഇപ്പം തന്നെ 39 വർഷം മുമ്പ് ഒരാൾ നടത്തിയ കൊലപാതകം അയാൾ തന്നെ ഒന്ന് പറയണല്ലോ. അപ്പോൾ അതൊക്കെ ഈ പറയുന്നത് പോലെ ഈ ചില മരണങ്ങൾ എത്ര കൊല്ലം കഴിഞ്ഞാലും അതൊരു ദൈവത്തിൻ്റെ ഒരു അടയാളം അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. വേറെ എന്ത് ക്രൈം ചെയ്യുന്ന പോലെയല്ല, ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അതിന് ശിക്ഷ എന്നാലും കിട്ടിയേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. കാരണം നമുക്ക് മനുഷ്യരുടെ ഒരു ജീവൻ എടുക്കാനുള്ള അവകാശം ആർക്കും ഇല്ലല്ലോ. അപ്പോൾ അത് ആ അവകാശം കയ്യിലെടുക്കുന്നവനെ തകർത്ത് കളയേണ്ട ഒരു ആവശ്യം തന്നെയാണ്. അത് ദൈവം ആ ഒരു ഇടപെടൽ നടത്തുക തന്നെ ചെയ്യും. അങ്ങനെയാണ് ഇവർ ഇവിടെ വരാനൊക്കെ ഇടപെടുന്നത്. അതൊരു പക്ഷേ ഒരു നിമിത്തമായിരിക്കാം. അല്ലെങ്കിൽ അവർ ഈ ഒരു സ്വാമിയുടെ ഒരു ഡിവോട്ടി പറയുന്നത് കേട്ട് ഇവിടെ വരാനും അങ്ങനെ കാണാനും HRDS ഇന്ത്യ അതിൽ ഇടപെടാനും ഒക്കെ ഒരു നിമിത്തമായിരിക്കാം. എന്തായാലും ഈ ജയലളിതയുടെ മരണത്തെക്കുറിച്ചുള്ള ദുരൂഹതകൾ പുറത്തു വരേണ്ടത് ഒരു സമൂഹത്തിൻ്റെ തന്നെ ഒരു ആവശ്യമാണ്. അതോടൊപ്പം തന്നെ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ മകളെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്ന സുനിതയുടെ ആവശ്യം അവർക്ക് മകളായി അംഗീകരിക്കണമെന്നതോ അല്ലെങ്കിൽ അവരുടെ ജയലളിതയുടെ സ്വത്ത് വേണമെന്നുള്ളതോ അല്ല, അവരുടെ അമ്മയുടെ ഘാതകരെ കണ്ടുപിടിക്കുക എന്നുള്ളത് ആണ് എന്നുള്ള കാര്യം കൂടി പൊതുസമൂഹം തിരിച്ചറിയണം. എന്തായാലും HRDS ഇന്ത്യയുടെ എല്ലാ പോരാട്ടങ്ങൾക്കും നന്ദി. പൂർണ്ണ പിന്തുണയോടുകൂടി എപ്പോഴും ഉണ്ടാകും. ഓക്കെ, ശരി.